ആരും തന്നെ ഭയങ്കര മികച്ച മത്സരാർത്ഥികളായിട്ടൊന്നും തോന്നുന്നു, എനിക്കൊന്നും തോന്നാറൊന്നുമില്ല. ഒരാളുടെ ഒരു ആക്ടിവിറ്റി പോലും എനിക്ക് ഇവരെ ഒന്നും കണ്ടിട്ട് ഒരു മത്സരാർത്ഥി വേണമെന്ന് ഞാൻ തോന്നാറില്ല. എനിക്ക് തോന്നുന്നതേ ഇല്ല, സത്യസന്ധമായിട്ട് പറയാം. കാര്യം മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചിന്തിച്ച് വെച്ചേക്കുന്ന കാര്യം മറ്റൊരാൾ അറിയാതെ ആ ഗെയിമിനെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. കഴിഞ്ഞ നമ്മുടെ സീസണിൽ കറക്ക് കമ്പനി എന്നൊരു ടാസ്ക് വരുന്നു. ഈ ടാസ്ക് അനൗൺസ് ചെയ്ത മൊമെൻറ്റിൽ ഞാൻ എന്താ ചെയ്തതെന്നറിയാവോ? അതായത് ഇത് ഇങ്ങനെ കറക്കണം, ഇത് കറക്കുന്ന സമയത്ത് ഒരു പോയിന്റിലെത്തുമ്പോൾ ഒരാൾ പുറത്താകും. 4 പേരാണ് കറക്കുന്നത്. ആ കറക്കുന്ന 4 പേരും പുറത്താകില്ല. പുറത്ത് നിൽക്കുന്ന 12 പേരിൽ ഒരാളാണ് പുറത്താകുന്നത്. അന്ന് മൊത്തം 16 പേരാണ് ഹൗസിലുണ്ടായിരുന്നത്. ആ മൊമെൻറ്റിൽ ഞാൻ തീരുമാനിച്ചു, ഈ 4 പേരും പുറത്തുനിന്ന് ഒരു പെയറിനെയും കൂടെ സെറ്റ് ചെയ്യണം. അപ്പം 4 ഇൻറ്റു പുറത്തുനിന്നുള്ളൊരു പെയർ വീണ്ടും 4 4 4 8 പ്രാവശ്യം കറങ്ങി വരുമ്പോഴും 8 നമുക്ക് കിട്ടും. കാരണം ഈ നമ്മുടെ ഒപ്പം നിൽക്കുന്ന 4 പേരും പുറത്ത് നിൽക്കുന്ന 4 പേരും ചേർന്ന് നമ്മളെ വോട്ട് ചെയ്താൽ 8 കിട്ടും. ബാക്കി വരുന്ന 16-ൽ ആ വരുന്ന മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 7 കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8 പേർക്ക് സേവ് ചെയ്യാം. അങ്ങനെ കളിച്ച് ഒരു മൊമെൻറ്റിലെത്തുമ്പം വിഷ്ണു അത് തറയിടുന്നു. നമ്മൾ പുറത്താവാൻ ആഗ്രഹിച്ച കുറേ പേരെ നമ്മൾ പുറത്താക്കുന്നു. ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ സേവ് ചെയ്യുന്നു. ഇതൊക്കെ തന്നെ ആ ടാസ്ക് അനൗൺസ് ചെയ്യുന്ന മൊമെൻറ്റിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. അതേപോലെ പല ടാസ്കുകളിലും അതിപ്പം ബിഗ് ബോസ് നമുക്ക് ഹിൻ്റ് എന്ന് പറയുന്നത് വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ ആയിരിക്കും ബിഗ് ബോസ് തരുന്നത്. അത് റീഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നിടത്തായിരിക്കും നമ്മുടെ സെൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മാണിക്കക്കല്ലെന്ന് പറയുന്ന ടാസ്ക് കഴിഞ്ഞ സീസണിൽ ഏറ്റവും മികച്ച ടാസ്കുകളിലൊന്നാണ്. അത് വെറും ബോറൻ ടാസ്ക് ആയിട്ട് മാറിയാണ്. അപ്പോൾ അതായത് ഈ കല്ലടിച്ച് മാറ്റുക എന്നുള്ളതല്ല ടാസ്ക്. അത് ഏത് സമയത്ത് എങ്ങനെ അടിച്ചു മാറ്റുന്നു, പ്രേക്ഷകരെ അത് എങ്ങനെ ആനന്ദിപ്പിക്കുന്നു. അല്ലാതെ കല്ലിന് ചുറ്റും എല്ലാവരും കൂടെ വന്ന് കൂടിയിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അന്ന് രാത്രിയിൽ ഞങ്ങളുടെ ആക്ടിവിറ്റീസ്, ഈ കാര്യങ്ങൾ, അപ്പോൾ ഇതെല്ലാം നമ്മളുടെ രസകരമെന്ന് തോന്നുന്ന നിമിഷങ്ങൾ അവിടെ സമ്മാനിക്കുമ്പോഴാണ് പ്രേക്ഷകർക്ക് നമ്മളോട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകുന്നത്. 50 ദിവസമായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രേക്ഷകർക്ക് ആ ഹൗസിനുള്ളിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഈ ഹൗസിനുള്ളിലേക്ക് കയറുകയാണ്. അതാണ് നിങ്ങൾ മനസ്സുകൊണ്ട് ഈ ഹൗസിനുള്ളിലേക്ക് കയറുമ്പോഴാണ് അതിലൊരാളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സായിട്ട് മാറുന്നത്. അപ്പോഴാണ് അവരിൽ ഒരാൾ നിങ്ങളായി മാറുന്നത് കൊണ്ടാണ് അവരുടെ വേദന നിങ്ങളുടെ വേദനയായി മാറുന്നത്, അവരുടെ സന്തോഷം നിങ്ങളുടെ സന്തോഷമായി മാറുന്നത്. ഇത് ഇമോഷണലി ഏതെങ്കിലും ഒരു പ്രേക്ഷകരും ഈ മത്സരാർത്ഥികളും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ട് എന്ന് തോന്നുന്നെങ്കിൽ ജിൻഡോയ്ക്ക് മാത്രം. കാര്യം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജിൻഡോയുടെ ഒരു പാവത്തരം, അഭിനയിക്കുന്നതാണോ ജിൻഡോ ഫ്രാഡാണോ ഇതൊന്നും എനിക്കറിയത്തില്ല. ജിൻഡോയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ഞാനൊരു പാവമാണ് അല്ലെങ്കിൽ ഇവരെല്ലാവരും ചേർന്ന് എന്നെ മണ്ടനാക്കുകയാണ്, അങ്ങനെ എന്നെ മണ്ടനാക്കുകയാണ് എന്ന് തോന്നുന്നുകൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ അതിനകത്തുള്ള വെറുപ്പ്, അതായത് മികച്ചത് എന്നുള്ളതല്ല, അപ്പുറത്ത് നിൽക്കുന്ന മത്സരാർത്ഥിയോട് അടങ്ങാൽ വലിയ പക സൃഷ്ടിക്കപ്പെടുകയും ആ പകയുടെ അടിസ്ഥാനത്തിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാളോട് തോന്നുന്ന ഒരു സോഫ്റ്റ് കോർണർ, ആ സോഫ്റ്റ് കോർണർ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ജിൻഡോയ്ക്ക് അനുകൂലമായി വർക്കാവുന്നു എന്നതൊഴിച്ചാൽ പ്രത്യേകിച്ച് ഒരൊറ്റ മത്സരാർത്ഥിയോടും ഈ 50 ദിവസം ആയിട്ടും പ്രേക്ഷകർ എന്ന നിലയിൽ ഒരു ഇമോഷണലി കണക്ഷൻ ഇല്ല എന്നുള്ളതാണ് എനിക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജുകളിൽ നിന്നും ഞാൻ കണ്ടിട്ടുള്ള റിവ്യൂസുകളിൽ നിന്നും മറ്റുമൊക്കെ പറയുന്നത്. പിന്നെ സിജോയെ സിജോ എനിക്ക് തോന്നുന്നു എന്നെ അരച്ചു കലക്കി കുടിച്ചിട്ട് പോയിട്ടേക്കുന്ന ഒരാളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം സിജോ കഴിഞ്ഞ സീസണിൽ ഞാൻ സിജോ ചെയ്ത വീഡിയോസൊക്കെ കാണുന്നത് സിജോ ബിഗ് ബോസിൽ കയറിയതിന് ശേഷമാണ്. അല്ലെങ്കിൽ ഞാൻ വിളിച്ചൊരു താങ്ക്സ് എങ്കിലും പറഞ്ഞേനെ. കാര്യം അത്രയേറെ എന്നെ സപ്പോർട്ട് ചെയ്ത് സിജോ കഴിഞ്ഞ സീസണിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല, എന്നെ കൃത്യമായി മനസ്സിലാക്കി, എൻ്റെ ഗെയിമിംഗ് എന്താണെന്ന് മനസ്സിലാക്കി, എല്ലാം വളരെ സപ്പോർട്ട് ചെയ്ത് സിജോ സംസാരിക്കുന്ന ഒരുപാട് വീഡിയോസുകൾ പിന്നീട് ഞാൻ കേട്ടു. പക്ഷെ സിജോയുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, സിജോയ്ക്കൊരു തടസ്സമായിട്ട് സിജോയുടെ മനസ്സിലുള്ള ഞാൻ കിടക്കുകയാണ്. ഇപ്പം ഒരു മോർണിംഗ് ടാസ്കിൻ്റെ ഒരു ആക്ടിവിറ്റിയിൽ ബിഗ് ബോസിലെ വിന്നറായി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സിജോ ഞാൻ ഫിനാലേക്ക് നടത്തിയ സ്പീച്ചിന് സമാനമായ ഒരു സ്പീച്ചാണ് പറഞ്ഞത്. അതായത് പഠിച്ച് കാര്യങ്ങളെ തലയിലിട്ട് വർക്ക് ചെയ്ത് അത് വന്ന് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് സിജോ. കഴിഞ്ഞ സീസണിൽ റിനോഷിൻ്റെ ഒരു ആക്ടിവിറ്റി ഇതായിരുന്നു. അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് പറയുക എന്നുള്ളതല്ല. റിനോഷിൻ്റെ ഒരു പ്ലാൻ എന്താണ്? ഒരു മോർണിംഗ് ടാസ്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കുത്തിയിരിക്കും, ഏറ്റവും ലാസ്റ്റ് പോകും. അപ്പോൾ ഓരോ ആൾക്കാരും പറഞ്ഞത് കേട്ട് അനലൈസ് ചെയ്ത് ഇവിടെ എനിക്കെന്ത് പറയണം, ഞാനിവിടെ എന്ത് പ്രസൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്നടിക്കും. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുകയും ഞാൻ റിനോഷിനെ ആദ്യം പറഞ്ഞു വിടാൻ ശ്രമിക്കുകയും ചെയ്തു. അവിടെയൊക്കെ തന്നെ റിനോഷ് പൊളിഞ്ഞു. അതേപോലെ സിജോ ഇപ്പോൾ ചെയ്യുന്ന 1-2 കാര്യങ്ങൾ കണ്ടപ്പോഴും കേട്ടപ്പോഴും എനിക്ക് തോന്നിയത് ഭയങ്കര
ഡ്രമാറ്റിക്കലായിട്ട്, അതായത് പ്രസൻറ്റ്